ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഡാമിലൊന്നാണ് മുല്ലപ്പെരിയാർ ഡാം. 1887-ലാണ് ഇതിന്റെ പണി തീർന്നത്. ഇതിപ്പോൾ കേരളത്തിൽ ഭയങ്കര ഡേഞ്ചറായിട്ട് വന്നിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയെ തുടർന്ന് നാളെ മുല്ലപ്പെരിയാർ, ഇടുക്കി ഡാമുകളിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകുന്നതോടെ പെരിയാർ തീരത്ത് അതീവടിയിലെത്തി. ലിബിയയിലെ ഡാം തകർന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടും അപകടനിലയിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട്. മഴ കനത്ത സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ മേൽനോട്ട ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി. പക്ഷേ ജലനിരപ്പ് ഉയരുന്നതോടെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നമുക്കൊരു ആശങ്ക വരുന്നു. അണക്കെട്ടിൽ പുതിയ ചോർച്ച കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അണക്കെട്ടിന്റെ 10-11 ബ്ലോക്കുകൾക്കിടയിലൂടെയാണ് വെള്ളം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയെ തുടർന്ന് നാളെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? കേരളത്തിൽ പണ്ട് മുല്ലപ്പെരിയാർ എന്ന ഡാം പൊട്ടിയെന്നും ഒരുപാട് പേർ മരണപ്പെട്ടു എന്നും 2 ജില്ലകൾ പൂർണ്ണമായും 2 ജില്ലകൾ ഭാഗികമായും നശിച്ചു എന്നും പറഞ്ഞല്ലോ. പക്ഷേ ഇന്ന് ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു വിപത്ത് സംഭവിച്ചെന്ന് തോന്നാത്ത വിധം എങ്ങനെയാണ് കേരളം ഇത്ര പെട്ടെന്ന് ഇതെല്ലാം അതിജീവിച്ചത്? NDRF അടക്കം കേരള പോലീസ് അടക്കം എല്ലാവരും സംയോജിതമായി പ്രവർത്തിക്കുന്നു. ഈ രക്ഷാകരവുമായി വരുന്നു. ബാക്കിയൊക്കെയും നിസ്സഹായമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇന്ത്യൻ സേനയും ആർമിയും അവരുടെ രക്ഷകരായി വരുന്നു. മാത്രമല്ല ദൃശ്യങ്ങളൊക്കെ ഇത് അത് വലിയ ആശ്വാസം നൽകുന്ന, അത് വലിയ സ്നേഹം തോന്നുന്ന ദൃശ്യങ്ങളാണ്. ഒരു പൗരനെ രക്ഷിക്കാൻ പത്തനംതിട്ടയിലെയും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് 4 ആംബുലൻസുകളിലായി മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും ഇവിടെ നിന്ന് എത്തിച്ചു. കടലിന്റെ മക്കളുടെ കർമ്മധീരതയിൽ കേരളം അഭിമാനത്തോടെ നന്ദി പറഞ്ഞ നിമിഷമായിരുന്നു ഇത്. മോൾക്ക് എന്തു മനസ്സിലായി? കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണല്ലേ? കേരളം യഥാർത്ഥ ദൈവങ്ങളെ അടുത്ത് കണ്ട ദിവസങ്ങൾ അല്ലേ ടീച്ചർ?